ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ പ്രിൻസ് ഹീച്ചിങ് വാനറിനെ കിങ്ങിനെയും ഹീറോയിനെ ഏൽപ്പിച്ചിട്ട് കൊട്ടാരത്തിലോട്ട് യാത്ര തിരിച്ചു. പോകുന്നതിന് മുമ്പ് പ്രിൻസ് ഹീച്ചിങ് വാനറിനോട് പറഞ്ഞു, വാനർ, നമുക്ക് ഒരുമിച്ച് ആരുടെയും ശല്യമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് നീ മരിച്ചു എന്നായിരിക്കും കിങ് പാലസിൽ എല്ലാവരോടും പറയുക. അതുകൊണ്ട് തന്നെ നീ ഈ വീടിൻ്റെ പുറത്തോട്ടൊന്നും ഇറങ്ങരുത്. ആരുടെയും കണ്ണിപ്പെടാതെ സൂക്ഷിച്ചോളണം. കൊട്ടാരത്തിലെ എൻ്റെ ജോലി പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ തിരിച്ചു വരും. നമുക്ക് ഒരുമിച്ച് ബോർഡറിൽ പോയി ആരുടെയും കണ്ണിപ്പെടാതെ സന്തോഷത്തോടെ ജീവിക്കാം എന്ന് അവൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് അവൻ അവിടുന്ന് യാത്ര പുറപ്പെട്ടത്. കുറേ നാളത്തെ വരൾച്ചയ്ക്ക് ശേഷം യാങ് സിറ്റിയിൽ ആദ്യമായിട്ട് മഴ പെയ്യുന്നു. മഴ കണ്ടതും കിങ്ങിനും നമ്മുടെ ഹീറോയിനും ഒരുപാട് സന്തോഷമായി. അവർ മഴവെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. മഴ ഹീറോയിന്റെ കയ്യിൽ തട്ടിയതും ഹീറോയിന്റെ കൈ അപ്രത്യക്ഷമാവാൻ തുടങ്ങി. അവൾ അത് കണ്ട് ആകെ ടെൻഷൻ അടിച്ചു. ചിലപ്പോൾ അത് തൻ്റെ വെറുമൊരു തോന്നലാവുമെന്ന് കരുതി ആശ്വസിച്ചു. ഇപ്പുറത്ത് ലീറ്റാവോയുടെ ബോഡി ഗാർഡ് എല്ലാ ഇൻഫർമേഷനുമായിട്ട് തിരികെ എത്തി. ഒരു കനാൽ നിർമ്മിച്ചാണ് ചിയാൻ തന്റെ രാജ്യത്തെ വരൾച്ചയുടെ പ്രശ്നം പരിഹരിച്ചത്. കനാലിന്റെ തുടക്കം കുറിച്ചത് ലൂ കൺട്രിയിലാണ്. അവിടുത്തെ ഒരു മിനിസ്റ്ററായ മിനിസ്റ്റർ ലീ ആണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തത് എന്നുള്ള എല്ലാ ഇൻഫർമേഷനും ലീറ്റാവോക്ക് അവന്റെ ബോഡി ഗാർഡ് കൊടുത്തു. അങ്ങനെ പിറ്റേന്ന് എല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കെ ലീറ്റാവോ എല്ലാവരോടും ഇവിടെ അടുത്ത് നാടകം നടക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും പോയി കാണാം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് നാടകം കാണാൻ പോയിട്ടുണ്ടെങ്കിലും പകുതി ആകുമ്പോഴത്തേനും ഞാൻ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും ഞാൻ കാരണം ഇന്ന് വരെ ഒരു ഫുള്ള് നാടകം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്കും അതേ അവസ്ഥയായിരിക്കും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മിനിസ്റ്റർ ലീ അങ്ങോട്ടേക്ക് കയറി വന്നത്. മിനിസ്റ്റർ ലീയെ കണ്ടത് നമ്മുടെ ഹീറോയിനും കിങ്ങിനും ഒരുപാട് സന്തോഷമായി. വാനറിനെയും സായിഷുവിനെയും ലീറ്റാവോനെയും ഒക്കെ മിനിസ്റ്റർ ലീക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മിനിസ്റ്റർ ലീയെ കണ്ടതും ഒരുപാട് ആകാംക്ഷയോടെ ലീറ്റാവോ കനാലിനെ പറ്റി ചോദിച്ചു. അതിന്റെ ബ്ലൂ പ്രിന്റ് കിട്ടിയിരുന്നെങ്കിൽ തനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടേനേം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഹീറോയിനും കിങ്ങും ഇടപെട്ടിട്ട് അത് വലിയൊരു സീക്രട്ടാണ്, റിവീൽ ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സായിഷുവിനോട് മിനിസ്റ്റർ ലീക്ക് നിൽക്കാനുള്ള റൂമും കാര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കാൻ പറഞ്ഞു. റൂമിലോട്ട് പോകുന്ന മിനിസ്റ്റർ ലീയെ തടഞ്ഞു വെച്ചിട്ട് ഹീറോയിൻ, നാടകം കാണാൻ പോവാൻ നിങ്ങളും എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരാമെന്ന് അവൻ സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ കിങ്ങും ലീറ്റാവും അറിയാതെ മിനിസ്റ്റർ ലീയും ഹീറോയിനും നാടകം കാണാൻ പോയി. അവിടെ എത്തിയതും മിനിസ്റ്റർ ലീ, എനിക്ക് നാടകം കാണാൻ ഇത്രയും ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ഹീറോയിനോട് ചോദിച്ചതും അവൾ തന്റെ അച്ഛന്റെ കാര്യം ഓർക്കുന്നു. തന്റെ അച്ഛന്റെ കൂടെ നാടകം കാണാൻ പോയിട്ട് പകുതി വെച്ച് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ അച്ഛന് മുഴുവൻ നാടകം കാണാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അവൾ ഒരിക്കൽ അവളുടെ അച്ഛന് പ്രോമിസ് ചെയ്തിരുന്നു, ഇനി അടുത്ത നാടകം ഞാൻ ഉറങ്ങാതെ മുഴുവൻ കാണുമെന്ന്. പക്ഷെ അവൾക്ക് ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല, കാരണം അവളുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു. ഇന്നെങ്കിലും അവൾ കൊടുത്ത ആ വാക്ക് പാലിക്കണം, ഉറങ്ങാതിരുന്ന കാരണം എന്ന് അവൾ കരുതിയെങ്കിലും അവൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. അപ്പോഴത്തേക്കിനും ലീറ്റാവും കിങ്ങും അവിടെ എത്തിയിരുന്നു. മിനിസ്റ്റർ ലീ ബാത്റൂമിൽ പോയ സമയമായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ നീ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ മിനിസ്റ്റർ ലീയുടെ കൂടെ വന്നിരിക്കുകയാണോ, നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ എന്ന് നമ്മുടെ കിങ് ചോദിച്ചത് മിനിസ്റ്റർ ലീ അങ്ങോട്ടേക്ക് വരികയും മിനിസ്റ്റർ ലീക്ക് സീറ്റ് കൊടുത്തിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് മാറി നിൽക്കുകയും ചെയ്തു. മാറി നിന്നെങ്കിലും ഹീറോയിന്റെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കി. അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ എല്ലാവരും കൂടി അവരെ പിടിച്ച് പുറത്തു കാക്കി. അങ്ങനെ പുറത്തു വന്നതും, നിങ്ങൾ കാരണം എനിക്ക് എൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് പിന്നെയും പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ സങ്കടപ്പെട്ടതും മിനിസ്റ്റർ ലീ പറയുന്നു, നടക്കാത്ത കാര്യത്തെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല, ഇപ്പൊ നടന്ന കാര്യങ്ങൾ ഓർത്ത്, അതായത് നമ്മൾ ഒരുമിച്ച് ഡ്രാമ കണ്ടില്ലേ, അത് ഓർത്ത് സന്തോഷിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ മിനിസ്റ്റർ ലീയോട് തന്റെ മകളായ വാൻ വാൻ വലുതായിട്ട് എന്താവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ വലുതായിട്ട് സേഫായിട്ടും സന്തോഷത്തോടെയും ഇരുന്നാൽ മാത്രം മതി എന്ന് പറയുന്നത് കേട്ട് നമ്മുടെ ഹീറോയിന് ഒരുപാട് സന്തോഷമാവുന്നു. അപ്പോഴത്തേക്കിനും കുറെ കൊലയാളികൾ എവിടുന്നൊക്കെയോ വന്ന് അവർക്ക് ചുറ്റും കൂടി. അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു. ഹീറോയിനും കിങ്ങുമായിരുന്നു അവരുടെ ടാർഗറ്റ്. ഫൈറ്റിനിടയിൽ ഹീറോയിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മിനിസ്റ്റർ ലീ ശ്രമിച്ചതും മിനിസ്റ്റർ ലീക്ക് വെട്ടുകൊള്ളുകയും മിനിസ്റ്റർ ലീ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്തു. മരിച്ചുപോയ തൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലിരുന്ന നമ്മുടെ ഹീറോയിന് ആ ഒരു വേർപാട് താങ്ങാനേ കഴിഞ്ഞില്ല. മിനിസ്റ്റർ ലീയുടെ മൃതദേഹം കെട്ടിപ്പിടിച്ച് അച്ഛ എന്ന് വിളിച്ച് തന്നെ അവൾ ഒരുപാട് അലമുറയിട്ട് കരഞ്ഞു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കോങ് കൊലയാളികളുടെ ഇൻഫർമേഷനുമായിട്ട് വരുന്നതാണ്. കൊലയാളികൾ എല്ലാം തന്നെ വാനറിന്റെ അച്ഛനായ മിനിസ്റ്റർ സൂയി പറഞ്ഞു വിട്ടതാണ്. മിനിസ്റ്റർ സൂയിയുടെ ലക്ഷ്യം തന്റെ സിംഹാസനമാണെന്ന് മനസ്സിലാക്കിയ കിങ് കോങ്ങിനോട് പറഞ്ഞു, ഈ വട്ടം ഫെയിൽ ആയാലും പിന്നെയും അയാൾ എന്നെ കൊല്ലാൻ ശ്രമിക്കും, അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് മെമ്മെങ്ങിനെയും വാനറിനെയും നീ നല്ലോണം കെയർ ചെയ്യണം, അവരെ ഒറ്റയ്ക്ക് എവിടെയും വിടരുത് എന്ന് കോങ്ങിനെ ഏൽപ്പിക്കുന്നു. മിനിസ്റ്റർ ലീയുടെ ഭരണത്തിൽ ഊണും ഉറക്കവുമില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിന്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഹീറോ അവളെ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരുപാട് പരിശ്രമിച്ച് നമ്മുടെ ഹീറോയിനെ സന്തോഷിപ്പിക്കാൻ കിങ്ങിന് കഴിഞ്ഞു. പക്ഷെ പെട്ടെന്ന് അവിടെ മഴ പെയ്തതുകൊണ്ട് തന്നെ അവർക്ക് കുറെ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ പെട്ടെന്ന് ഓടി വീട്ടിലെത്തി തല തോർത്തിയ ശേഷം നമ്മുടെ ഹീറോയിൻ ടീ കപ്പ് എടുക്കാൻ ശ്രമിച്ചതും അവൾക്കത് എടുക്കാൻ കഴിയുന്നില്ല. അവളുടെ കൈ ഫെയ്ഡായി പോകുന്നു. ഇതെന്ത് സംഭവിച്ചു
എന്നറിയാതെ അവൾ നിന്നപ്പോഴാണ് കിങ് ജിഞ്ചർ ടീയായിട്ട് വന്നത്. മഴ നനഞ്ഞ് വന്നതല്ലേ, നീ ഇത് ചൂടോടെ കുടിക്കുക, എന്നാൽ ജലദോഷം പിടിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കിങ് പറഞ്ഞപ്പോൾ അവളുടെ അവസ്ഥ കിങ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ കിങ്ങിനോട് വാരിക്കൊടുക്കാൻ പറയുന്നു. ഇപ്പുറത്ത് കൊട്ടാരത്തിൽ മിനിസ്റ്റർ സൂയിയുടെ ബോഡിഗാർഡ് വന്ന് പറയുന്നു, മിനിസ്റ്ററെ, നമ്മൾ കിങ്ങിനെ കൊല്ലാൻ അയച്ചവരിൽ ആരും തന്നെ ബാക്കിയില്ല, എല്ലാവരും മരണപ്പെട്ടു പോയി, കിങ്ങിനെ ഒട്ട് കൊല്ലാൻ കഴിഞ്ഞിട്ടുമില്ല. പക്ഷേ ഫൈറ്റിനിടയിൽ മിനിസ്റ്റർ ലീ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ ലീ കൊല്ലപ്പെട്ടിട്ട് നമുക്കൊരു കാര്യവുമില്ലല്ലോ എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിൻസ് ഹീച്ചിങ് തങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് എന്നൊരാൾ വന്ന് പറയുന്നത്. പ്രിൻസ് ഹീച്ചിങ് മരിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ മിനിസ്റ്റർ സൂയി ഒന്ന് ഷോക്കായി. പ്രിൻസ് ഹീച്ചിങ് അവിടെ വന്നിട്ട് മിനിസ്റ്റർ സൂയിയോട് പറയുന്നു, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത് ഒരു സഹായം ചോദിക്കാനാണ്. എനിക്ക് ഈ രാജ്യത്തിൻ്റെ രാജാവാവണം, താങ്കൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞതും മിനിസ്റ്റർ സൂയി പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് തന്നെ തെറ്റാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. തൽക്കാലം നിങ്ങളിവിടെ വന്നിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല എന്ന് ഞാൻ കരുതിക്കൊള്ളാം. ഇനി ഒരിക്കലും ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, നിങ്ങൾ എന്നെ സഹായിക്കണം, ഞാനിത് ചെയ്യുന്നത് എൻ്റെ വാനറിന് വേണ്ടിയിട്ടും കൂടിയാണ്. എൻ്റെ വാനറിനെ കടൽ കൊള്ളക്കാര് പിടിച്ചോണ്ട് പോയിട്ട് കൊന്നുകളഞ്ഞു. അത് കേട്ടതും ഒന്നും അറിയാത്ത പോലെ സൂയി വാനർ പറയുന്നു, വാനറിനെ കടൽ കൊള്ളക്കാര് പിടിച്ചോണ്ട് പോയിന്നോ, വാനർ ഉള്ളത് കിങ്ങിന്റെ കൂടെയല്ലേ എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, അല്ല, വാനറിനെ ഒറ്റക്കാക്കിയിട്ട് കിങ് വേറെ എവിടേക്കോ പോയി, ആ തക്കം നോക്കിയാണ് വാനറിനെ തട്ടിക്കൊണ്ടുപോയത്. കിങ് വിചാരിച്ചെങ്കിൽ എന്റെ വാനറിനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു, പക്ഷെ മനഃപൂർവ്വമാണ് അയാൾ രക്ഷപ്പെടുത്താഞ്ഞത്. എനിക്ക് അയാളോട് പ്രതികാരം ചെയ്യണം, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പ്രിൻസ് ഹീച്ചിങ് പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത പോലെ മിനിസ്റ്റർ സൂയി അവിടെ കിടന്ന് വാനർ വാനർ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞു. അതിനിടയിൽ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, സത്യം പറയുകയാണെങ്കിൽ വാനറിനെയും കൂട്ടിയിട്ട് ബോർഡറിൽ പോയി ഒരുമിച്ച് ജീവിക്കാനാണ് ഞാൻ വിചാരിച്ചത്, അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ അറിയുന്നത് ഇതാണ്, എനിക്ക് എന്തായാലും പ്രതികാരം ചെയ്യണം, നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നു, ഇപ്പൊ ഞാൻ എൻ്റെ മകളെ നഷ്ടപ്പെട്ട വേദനയിലാണ്, നാളെ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് പ്രിൻസ് ഹീച്ചിങ്ങിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ മിനിസ്റ്റർ സൂയി രാജാവ് പാലസിൽ തിരിച്ചെത്തിയെന്നും രാജാവിന് പകർച്ചവ്യാധിയാണെന്നും ആരും രാജാവിനെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സീൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് അവൻ തന്റെ ബോഡിഗാർഡിനോട് പറയുന്നു, പ്രിൻസ് ഹീച്ചിങ്ങിനെ സഹായിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് പ്രിൻസ് ഹീച്ചിങ്ങിനെയും കിങ്ങിനെയും തമ്മിൽ അടുപ്പിക്കാം, അവർ പരസ്പരം അടിയുണ്ടാക്കി ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ രാജ്യം കയ്യേറും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്ലാൻ തന്നെ അയാൾ ചെയ്തിരുന്നു. പാലസിലോട്ട് കിങ് തിരിച്ചു വന്നു എന്ന് തെറ്റിദ്ധരിച്ച് എംപ്രസ് ഡോവേജർ കിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ ഇറങ്ങുമ്പോഴാണ് മിനിസ്റ്റർ സൂയി അവരെ കാണാൻ അങ്ങോട്ട് വന്നത്. അവിടെയുള്ള എല്ലാ സെർവൻസിനെയും പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് മിനിസ്റ്റർ സൂയി എംപ്രസ് ഡോവേജിനോട് പറയുന്നു, കിങ് വന്നു എന്നുള്ള കാര്യം ഞാൻ മെനഞ്ഞുണ്ടാക്കിയ വെറും കഥയാണ്, കിങ് ഇതുവരെ വന്നിട്ടില്ല, അവൻ ഇപ്പോൾ യാങ് സിറ്റിയിലാണ് ഉള്ളത്, അവനെ പാലസിൽ കാലുകുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല, അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവൻ എന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ ജീവനോടെ വരുന്നു, നീ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ എംപ്രസ് ഡോവേജർ പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും അവൻ നിങ്ങളുടെ അനിയന്ത്രവനല്ലേ, എന്തെങ്കിലും അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം, നിങ്ങൾ അവനെ ഒന്നും ചെയ്യരുത്, അവനെ വേഗം തന്നെ പാലസിലോട്ട് തിരിച്ചു കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അവൾ കെഞ്ചി. പക്ഷേ മിനിസ്റ്റർ സൂയി അതൊന്നും വകവെച്ചില്ല. എംപ്രസ് ഡോവേജറിനെ ആ റൂമിൽ ബന്ദിയാക്കി വെച്ചു. തന്റെ സമ്മതമില്ലാതെ എംപ്രസ് ഡോവേജറിനെ പുറത്തു കടത്താൻ പാടില്ല എന്ന് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. അത് കഴിഞ്ഞ് പുറത്തു വന്ന മിനിസ്റ്റർ സൂയി അറിയുന്നു അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഒരു പാലസ് മെയ്ഡ് നേരിട്ട് കണ്ടു എന്ന്. അപ്പോൾ തന്നെ അവളെ കൊല്ലാൻ നിർദ്ദേശിച്ചു. ആ പാലസ് മെയ്ഡ് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടും കോങ്ങിന്റെ ലവറുമായ സാവു ചിയാൻ ആയിരുന്നു. എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് പിടിക്കപ്പെട്ടാൽ എന്തായാലും അവൾക്ക് മരണം ഉറപ്പാണെന്നറിഞ്ഞ അവൾ പാലസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ പാലസിന്റെ എൻട്രൻസിൽ എത്തിയതും മിനിസ്റ്റർ സൂയുടെ ആൾക്കാർ അവരെ കണ്ടുപിടിക്കുകയും അവിടെ തന്നെ സ്പോട്ടിൽ കൊല്ലുകയും ചെയ്തു. ഇപ്പുറത്ത് തിരിച്ച് പാലസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹീറോയിൻ തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കെ കിങ് അങ്ങോട്ട് കയറി വന്നിട്ട് മിനിസ്റ്റർ ലീയുടെ ഒരു ബുക്ക് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിന് കൊടുത്തു. അത് നോക്കിയതും അത് കനാലിനെ കുറിച്ചുള്ള പ്രോജക്റ്റ് ആയിരുന്നു. അത് കണ്ടതും കനാലിന്റെ പണി താൻ പൂർത്തിയാക്കി മിനിസ്റ്റർ ലീയുടെ ആഗ്രഹം സാഫല്യമാക്കുമെന്നും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച നല്ലൊരു മന്ത്രിയാണ് മിനിസ്റ്റർ ലീ എന്ന് എല്ലാവരെയും അറിയിക്കുമെന്നും നമ്മുടെ കിങ് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തന്റെ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി കിങ് തന്റെ റൂമിലോട്ട് പോയി. അപ്പോൾ അവിടെ മഴ പെയ്യുകയും ആ മഴ നനഞ്ഞത് നമ്മുടെ ഹീറോയിന്റെ കൈ പിന്നെയും ഫെയ്ഡ് ആവാൻ തുടങ്ങി. ഇതേപോലെ മഴ പെയ്ത ഒരു ദിവസമാണ് അവൾ ഇങ്ങോട്ട് ടൈം ട്രാവൽ ചെയ്തത്. തന്റെ ടൈം ട്രാവലും മഴയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് എന്ന് നമ്മുടെ ഹീറോയിൻ ചിന്തിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്ന് കമന്റ് ചെയ്യണേ. താങ്ക്